ഹായ് കൂട്ടുകാരെ. അപ്പോൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 46 ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രൂവ് ദാറ്റ് ഓൾ ദ സർക്കിൾസ് ഡ്രോൺ ഓൺ ദ ഫോർ സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് എ ഡയമീറ്റർ പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ്. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് തെളിയിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ ഇത് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു സാമാന്തരികം സമഭുജ സാമാന്തരികം തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ റോംബസ് തന്നിട്ടുണ്ട്. റോംബസിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ 4 സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ മാത്രമല്ല, ആ സൈഡ്സ് ഒക്കെ വരച്ചിരിക്കുന്നത് എന്താണ്? ഓരോ സർക്കിൾ അതിന് ചുറ്റും വരച്ചിട്ടുണ്ട്. സപ്പോസ് ഇപ്പോൾ ഇതാ ഈ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിന് ചുറ്റും എന്ത് വരച്ചിട്ടുണ്ട്? ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. കണ്ടോ? എന്തായിട്ട് ഇത് ഡയമീറ്റർ, ഈ ലൈൻ ഡയമീറ്റർ ആക്കി വെച്ചുകൊണ്ട് ഇതാ ഇങ്ങനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത് ഈ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റും അത് ഡയമീറ്റർ ആക്കി വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ റോംബസിൻ്റെ ഈ സൈഡ് എടുത്തിട്ടുണ്ട്, അതും ഡയമീറ്റർ ആക്കി വെച്ചുകൊണ്ട് ഇതാ ഈ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നാലാമത്തെ സൈഡിലും ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോംബസിൻ്റെ ഓരോ വശങ്ങളും ഡയമീറ്റർ ആക്കി വെച്ച്, റോംബസിന് എത്ര വശമുണ്ട്? 4 വശമുണ്ട് ഇല്ലേ? ഓരോ വശങ്ങളും ഡയമീറ്റർ ആക്കി വെച്ചുകൊണ്ട് അതിനൊക്കെ എന്ത് വരച്ചിട്ടുണ്ട്? സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സർക്കിളുകളെല്ലാം പാസ് ചെയ്ത് പോകുന്നതാക്കണ്ടോ ഈ ഒരു സിംഗിൾ പോയിന്റിലൂടെ ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യാം. ഓക്കെ, ഒരു സിംഗിൾ പോയിന്റിലൂടെ ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരൊറ്റ പോയിന്റ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു സിംഗിൾ പോയിന്റിൽ കൂടെയാണ് ഈ സർക്കിളൊക്കെ പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഓരോ സർക്കിളിൻ്റെ എൻഡ് ഇപ്പോൾ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാം. എല്ലാ എൻഡും വന്ന് കൂട്ടിമുട്ടുന്ന ഏതാണ്? ഈ റെഡ് കളറിലുള്ള ഈ ഒരൊറ്റ പോയിന്റിലാണ്. ഓക്കെ, സോ ഇത് ഒരു പോയിന്റായിട്ട് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ്, ഈ പോയിന്റിന് ഞാൻ O എന്ന് കൊടുക്കുക. O ഈസ് എ പോയിന്റ്. സോ എന്തായിരിക്കും? ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ ആംഗിൾ ഈസ് ഇക്വൽ ടു 360 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓയിലുള്ള ടോട്ടൽ ആംഗിൾ 360 ആണെന്ന് പ്രൂവ് ചെയ്താൽ അത് സിംഗിൾ പോയിന്റ് ആണെന്ന് നമുക്ക് പറയാം. ഈ പോയിന്റിൽ കൂടെ ആണല്ലോ സർക്കിൾസ് എല്ലാം കടന്നു പോകുന്നത്. സോ സർക്കിൾസ് എല്ലാം സിംഗിൾ പോയിന്റിൽ കൂടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ചിത്രം എടുക്കുകയാണ്. ഈ ചിത്രത്തിനകത്ത് ഞാൻ ഓരോ പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്. സോ മാർക്ക് ചെയ്യുകയാണ്. ഈ പോയിന്റിന് ഞാൻ A എന്ന് കൊടുത്തു, ഈ പോയിന്റ് B, ഈ പോയിന്റ് C, ഈ പോയിന്റ് D. നമ്മൾ നേരത്തെ O എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ഡയമീറ്റർ എടുത്തിട്ടുണ്ട്. ഡയമീറ്റർ ആണെച്ചെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ട് വെച്ചേക്കുവാണ്. ആ ഡയമീറ്റർ രണ്ടറ്റത്തു നിന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സർക്കിൾ എടുത്തു. ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? A എന്ന് പറയുന്ന ഭാഗം. ഇതിൻ്റെ മറ്റേ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? D എന്ന് പറയുന്നത്. സോ AD എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയമീറ്ററാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നിന്ന് ഒരു പോയിൻ്റായ ഓയിലോട്ട് ഒരു വര വരച്ചു. ഡിയിൽ നിന്നും ഓയിലോട്ട് ഒരു വര വരച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതേപോലെ ഞാൻ എടുക്കുകയാണ്, ഈ ഒരു പോർഷൻ എടുക്കുകയാണ്. ഇത് ഈ അറ്റം D ആണെങ്കിൽ ഈ അറ്റം എന്താണ്? C ആണ് അല്ലേ? അപ്പോൾ ഈ സിയുടെ അറ്റത്ത് നിന്ന് ഓയിലോട്ടൊരു വര വരയ്ക്കുകയും അതുപോലെ ഡിയിൽ നിന്ന് ഓയിലോട്ടൊരു വര വരച്ചാൽ ആ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? CD എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഇതേപോലെ നമ്മൾ എടുക്കുകയാണ്, ഈ BC ഒരു വരയായിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ BC വരയായിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു എൻഡിൽ നിന്ന് ബിയിൽ നിന്ന് ഓയിലോട്ടും അതുപോലെ സിയിൽ നിന്ന് ഓയിലോട്ടും നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടാവും. അതും എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതേപോലെ നമ്മൾ ഇത് എടുക്കണം. എയും ഈ അറ്റം എന്ന് പറയുന്നത് B ആണ്. AB ഒരു ഡയമീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓയിലോട്ട് വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതേപോലെ 90 ഡിഗ്രി കിട്ടും. സോ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ജോയിൻ ചെയ്യണം? ഇവിടെ നോക്കിക്കേ. ആദ്യം ഈ A ഓയിലോട്ട് ജോയിൻ ചെയ്യണ്ടേ?
അതുപോലെ ബിയും ഒയിലോട്ട് ജോയിൻ ചെയ്യണം, അതുപോലെ സിയും ഒയിലോട്ട് ജോയിൻ ചെയ്യണം, ഡിയും ഒയിലോട്ട് ജോയിൻ ചെയ്യണം. സോ നമ്മൾ എന്തൊക്കെ ജോയിൻ ചെയ്യും? ജോയിൻ ജോയിൻ എ ഒ, അതുപോലെ ബി ഒ, അതുപോലെ സി ഒ, അതുപോലെ ഡി ഒ. ഓക്കെ ആണല്ലോ. ഞാനിവിടെ ജോയിൻ ചെയ്യുകയാണ്. എ ഒ ഞാൻ ആദ്യം ജോയിൻ ചെയ്തു, ഡോട്ടഡ് ലൈനിൽ നമ്മൾ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബി ഒ ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സി ഒ ഞാൻ എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്യാണ്. അതുപോലെ എന്ത് ചെയ്യാണ്? ഡി ഒയും ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, 4 സൈഡും ജോയിൻ ചെയ്തല്ലോ. ഓക്കെ, ഇനി ഞാൻ പറയാണ് ആംഗിൾ എ ഒ ഡി എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞു എ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ, എ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന് എടുക്കുകയാണെങ്കിൽ അതിൽ എ എൻഡിൽ നിന്ന് ഓയിലോട്ട് വരയ്ക്കുന്നതും, അതുപോലെ ഡി എന്ന് പറയുന്ന എൻഡിൽ ഓയിലോട്ട് വരയ്ക്കുന്നതും. സോ ഒ എന്ന് പറയുന്ന ആംഗിൾ എന്തായിട്ട് മാറും? 90 ഡിഗ്രി ആയിട്ട് മാറും. അതേപോലെ സിമിലർലി നമ്മൾ എന്താ പറയുക, സി ഡി നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുത്തു. സി ഡി ഡയമീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നോക്കി നോക്കി ഏത് ആംഗിൾ? സിയിൽ നിന്ന് ഓയിലോട്ട് വരയ്ക്കുന്നതും, അതുപോലെ ഡിയിൽ നിന്ന് ഓയിലോട്ട് വരയ്ക്കുന്ന ആംഗിളും കൂട്ടിയുണ്ടാവുന്ന ആംഗിൾ ഡി ഒ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സിമിലർലി നമ്മൾ കൺസിഡർ ചെയ്യാൻ എന്ത്? ബി സി നമ്മൾ കൺസിഡർ ചെയ്യുക. ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ബിയിൽ നിന്ന് ഓയിലോട്ട് വരയ്ക്കുമ്പോഴും സിയിൽ നിന്ന് ഓയിലോട്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ സി ഒ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സിമിലർലി അതുപോലെ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ബിയിൽ നിന്ന് ഓയിലോട്ട് വരയ്ക്കുന്നതും എയിൽ നിന്ന് ഓയിലോട്ട് വരയ്ക്കുന്നതും കൂട്ടി കിട്ടുമ്പോൾ എന്ത് കിട്ടും? 90 കിട്ടും. എങ്കിൽ എ ഒ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയി. സോ 4 ആംഗിൾസും 90 ഡിഗ്രി ആകാൻ സിമ്പിളായിട്ട് ഒരൊറ്റ തിയറം ഏതായിരുന്നു? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, അല്ലേ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി എന്നുള്ള സാധനം കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒ എന്ന് പറയുന്ന പോയിന്റ് ഒരൊറ്റ പോയിന്റ് എടുത്തേ. ഈ ഒ എന്ന് പറയുന്ന ഒറ്റ പോയിന്റിൽ ഓരോ ആംഗിൾസും കൂട്ടുക. സോ ഒന്നാമത്തെ ഈ ആംഗിൾ 90 കിട്ടും, രണ്ടാമത്തത് 90, മൂന്നാമത്തെ 90, നാലാമത്തെ 90. ഓക്കെ, സോ 4 ആംഗിൾസ് അല്ലേ അവിടെ വരുന്നുള്ളൂ. ആ 4 ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 360 കിട്ടും. സോ ഒ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ പോയിന്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നോക്കുകയാണല്ലോ, ഒരു സിംഗിൾ പോയിന്റിൻ്റെ ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? 360 ആണ്. അത്രയാണ് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഒ എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ 90 + 90 + 90 എന്ന് പറയുന്നത് സിംഗിൾ ആംഗിൾസ് ആണ്. സോ അതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് 360 കിട്ടും. സോ ഒ ഈസ് എ സിംഗിൾ പോയിന്റ് ആണ്. ആ സിംഗിൾ പോയിന്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ റോംബസിൻ്റെ ഡയമീറ്റർ ആയിട്ട് വരച്ചേക്കുന്ന ഓരോ സർക്കിൾസ് എന്ത് ചെയ്തേക്കുന്നത്? പാസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. സോ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.